ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഒന്ന് കുറച്ച് ലേറ്റായി പോയി, സോറി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. പിന്നെ ഫുൾ ഡേ നല്ല ബുള്ളിഷ് ആയിട്ടാണ് പോയത്. നല്ലൊരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ വോളിയം ഉണ്ടായിരുന്നു. ഇനിയും ഒരു ബുള്ളിഷ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. നല്ല ട്രേഡ്സ് ഒക്കെ നമുക്ക് കിട്ടി. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിലും റെസിസ്റ്റൻസ് നല്ല ബ്രേക്ക് ആയിട്ടുണ്ട്. നല്ലൊരു ബെറ്റർ തന്നെ ആയിരിക്കുന്നു ബാങ്ക് നിഫ്റ്റിയും. നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ 22,600 ആയിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ 50,000 ടാർഗറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ടാറ്റ സ്റ്റീൽ, ഡോക്ടർ റെഡ്ഡീസ് ലാബ് ബിഗ്ഗസ്റ്റ് ലൂസറായി. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മെറ്റൽ സെക്ടറും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫാർമ സെക്ടറും ആകുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ ഫിൻ നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ 435 പോയിന്റ്സ് കയറിയിട്ടുണ്ട്. മൂന്ന് ഇൻഡെക്സും ഒരുവിധം ഇന്ന് ബുള്ളിഷ് ആയിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. തുടർന്ന് ബുള്ളിഷ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഉടൻ കയറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളും അതോടൊപ്പം 52 വീക്ക് ലോയിൽ നിന്നും ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളും ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് ബ്രോക്കറേജസ് ICICI സെക്യൂരിറ്റീസ്, പ്രഭുദാസ് ലീലാധർ, മോത്തിലാൽ ഒസ്വാൾ ഒക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കാസ്ട്രോൾ ഇന്ത്യ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. 2.52% കയറിയിട്ടുണ്ട്. അപ്പോൾ 214 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. 220 ആയിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സൺഫാർമ 380 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 390 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 400 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, 356 360 ആ ഒരു റേഞ്ച് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നല്ല ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. പിന്നെ മനപ്പുറം ഫിനാൻസ് 180 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 215 ആണ് നെക്സ്റ്റ് ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് ലേഔട്ട്സ് എഞ്ചിനീയറിംഗ്. 58 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 63 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇത്തിരി കുറച്ച് ഡൗൺ ആണെന്ന് നോക്കണ്ട, എന്നാലും മുകളിൽ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. പ്രഭുദാസ് ലീലാധർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 57 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അപ്പോൾ ഇതല്ലാതെ 52 വീക്ക് ലോയിൽ നിന്നും റിവേഴ്സലായി അപ് ട്രെൻഡ് വരാൻ സാധ്യതയുള്ള നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല, ഈ ഡിസ്ക്ലൈമർ ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്ക് ടെക്നിക്കലായിട്ടും ഫണ്ടമെൻ്റലായിട്ടും അതുപോലെ വാലുവേഷൻ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ആ ഒരു സെക്ടർ സ്റ്റോക്ക് ഏതാണോ ആ സ്റ്റോക്കിൻ്റെ സെക്ടർ നോക്കുക. ആ സെക്ടർ എങ്ങനെയാണ്, പോസിറ്റീവ് ന്യൂസൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിലാണ് നോക്കുന്നത്. 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ചില സ്റ്റോക്കിൽ വിത്തിൻ 2 days അല്ലെങ്കിൽ വിത്തിൻ 1 week തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ബേസ്ഡ് ഓൺ ദി മാർക്കറ്റ് കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് 52 വീക്കിൽ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് ഓട്ടോമോട്ടീവ് ആക്സൽസ്. ഈ ഒരു സ്റ്റോക്സ് 1916 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2600 വരെ പോകാൻ സാധ്യതയുണ്ട്. റിവേഴ്സലായി അപ് ട്രെൻഡ് പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക്. ദെൻ KRBL, ഈ ഒരു സ്റ്റോക്ക് 314 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 470 ആ ഒരു റേഞ്ചാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ല ഗ്രോത്ത് തരാൻ സാധ്യതയുണ്ട്. ദെൻ ഈസഫ് ബാങ്ക്
62 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 80 ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 100 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ ദീപക് ഫെർട്ടിലൈസർ. ദീപക് ഫെർട്ടിലൈസർ ഒക്കെ നല്ല അനലൈസ് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, 713 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഹിന്ദുജ ഗ്ലോബൽ. 909 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഹിന്ദുജ ഗ്ലോബൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എവറി ഇയർ നല്ല ഡിവിഡൻഡ് തരുന്ന ഒരു സ്റ്റോക്കാണ് ഹിന്ദുജ ഗ്ലോബൽ. നമുക്ക് ടിക്കർ ടേബിൾ ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഹൈ ഡിവിഡൻഡ് yielding എവറി ടൈം തരുന്ന ഒരു നല്ലൊരു സ്റ്റോക്കാണെന്ന് പറയാം. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ്. സോ 1 ഇയർലി ഒരു സ്റ്റോക്ക് 30 ആൻഡ് 5 ഇയേഴ്സിൽ 191. അപ്പോൾ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാൽ 2022 തന്നെ 3 ടൈംസ് ഡിവിഡൻഡ്, 2023 2 ടൈംസ് ഡിവിഡൻഡ് എന്നിട്ടുള്ള കമ്പനിയാണ്. സോ 1300 ആണ് നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് 1000 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം, എന്നാൽ മാത്രമേ 1300 ആ ഒരു റേഞ്ചിലേക്ക് വരികയുള്ളൂ. ദെൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ടാറ്റ കെമിക്കൽസ്. സോ ടാറ്റ കെമിക്കൽസ് ഉയരാനുള്ള സാധ്യതയുണ്ട്. സോ 968 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1141, 1200 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൽ നമ്മളൊരു 10 സ്റ്റോക്കിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം. അതുപോലെ സൂൺ 200 റുപ്പീസ് അല്ലെങ്കിൽ സൂൺ 500 ആ ഒരു റേഞ്ചിൽ വരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കിലൊക്കെ സാറ്റർഡേ സൺഡേ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ട്, കാരണം ഫ്രീ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾ മിസ് ചെയ്യുകയാണ്. ഇൻട്രാഡേ അതുപോലെ ഓപ്ഷൻസ് എല്ലാം തന്നെ ലൈവായിട്ടുള്ള ടിപ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് മറക്കാതെ എല്ലാവരും ചെക്ക് ചെയ്യുക. പിന്നെ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ട്, പിന്നെ എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.